റോസ് സുറ്റണ്ണും കൂടി ഒളിച്ചാടാന്ന് നീയാണ് എല്ലാരോടും പറഞ്ഞെന്നാണല്ലോ പറയണേ. ഞാൻ ആ ചേച്ചിനെ കാണാൻ പോയതാ. അപ്പൊ ഇതേ അവര് പെട്ടി കൊടുത്തോണ്ട് ഓട്ടു. തൊട്ട് പുറകെ ചേച്ചി ഉണ്ടായല്ലോ. അത് കേട്ടാ ബെന്നിച്ചേട്ടൻ കയറൂട്ട് താഴെ വീണേന്ന്. ഞാനും കേട്ടു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി ഒരു വിട്ടുവീഴ്ച മനോഭാവമുള്ള ആളായിപ്പോയി. നീ ഇങ്ങനെ ചുണ്ടുമ്പോ പാടുവരുത്തിയ ആൾക്കാർ കാണുമ്പോ എനിക്ക് നാണക്കേടാ. പുറത്തിറങ്ങിയ ആൾക്കാരും ചോദിക്കും, എൻ്റെ പെണ്ണുമ്പിളയും ചോദിക്കും, ചുണ്ടത്തെന്താ പാടുന്നു? ചുണ്ട് വിട്ടുപിടി. എന്തോരം സ്ഥലമുണ്ടീ വേറെ. ഞാൻ അവയ്ക്കാതി പറയാന്ന് വിചാരിക്കരുത്. എന്തിയടേ? ഇവിടെ അടുത്തല്ലേ, 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. വേഗം വന്ന കൈയോടെ പൊക്കാം. നീ ഇന്നാള് പറഞ്ഞ പോലെ വല്ല ആയിരിക്കും. വീണയല്ലേ? ഇപ്പൊ ഇന്ന് വരാൻ പറ്റുമോ? പിന്നെന്താ, ഇവിടെ ഇങ്ങ് ആരുമില്ല. നീ ധൈര്യമായിട്ട് പോരെ. ഈ ഭാഗത്തേ ഞാൻ മാത്രമേ ഉള്ളൂ. ഹലോ ചേച്ചി, ഒരു കാര്യം ഉണ്ടായി. ഓട്ടോ വിളിച്ച വരവ്. ഇവിടെ വരട്ടെ അങ്ങട്. ഓട്ടോയിൽ ആരും ഇല്ലല്ലോ. ദേ ചേട്ടൻ കയറി പോണു. വീണ മനോജേട്ടൻ. എവിടെ വീണ മനോജേട്ടൻ? എവിടെ വീണതല്ല, അങ്ങേരെ സ്റ്റാൻഡ് വിളിക്കുന്ന പേരാ വീണ മനോജ്. അപ്പൊ ഈ വീണേനെ വിളിച്ചതിനാണ് നീ അവയ്ക്കാതി പറഞ്ഞുണ്ടാക്കിയേ? ഇപ്പൊ ഇന്ന് വരാൻ പറ്റുമോ? എടാ ഇപ്പൊ ഓട്ടോ ഒന്നുമില്ല. പിന്നെന്താ? പക്ഷെ നിന്റെ വീടിന്റെ അടുത്തുള്ള ചേട്ടൻ്റെ ഞാൻ ഇച്ചിരി പൈസ മേടിച്ചിട്ടുണ്ട്. ആ പുള്ളി എന്നെ കണ്ടു കഴിഞ്ഞാൽ പൊക്കും. ഇവിടെ ഇങ്ങ് ആരുമില്ല. നീ ഉറപ്പാണോ? ധൈര്യമായിട്ട് പോരെ. ഈ ഭാഗത്തേ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയല്ല, റൂമിൽ അവർ സംസാരിക്കണം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ചേച്ചി ഫ്രണ്ടിൽ വാതിൽ കുട്ടിയിട്, നമുക്ക് അടുക്കളത്തോടെ പോവാം. വേഗം വാ, നമ്മുടെ കണ്ണിൽ പെടാണ്ട് അവള് പോവരുത്. ചുണ്ടുമ്മ അല്ലാണ്ട് എന്തോരം സ്ഥലമുണ്ടീ മോളെ. ആരോള്? ഏതവള്? ഏതവളല്ല, അരിവാള്. അമ്മ അരിവാള് വാങ്ങാൻ വന്നതാ. അതിന് അരിവാൾ അടുക്കളയിലല്ലേ? അയ്യോ മറന്നു. അത് മാത്രല്ല, അമ്മു ചേട്ടന്റെ കവിത കേൾക്കാനും കൂടി വന്നതാ. ആണോ? അമ്മു ചേട്ടന്റെ കവിതയ്ക്ക് ഞാൻ അരിവാൾ എടുത്തുകൊണ്ട് വരാം. സത്യത്തിൽ ചേട്ടൻ ഈ പാറ്റോടാണ് സംസാരിച്ചേ? ആ, ഇവൻ എന്റെ ചുണ്ട് നക്കി പൊട്ടിച്ചെന്നേ. ഓ, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. അല്ലേ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാ. അതില് 98 ഞാൻ തന്നെ ഉണ്ടാക്കണ്ട. അതിന്റെ ഇടയിൽ അവളുടെ വക ഒരു ഡെഡിക്കേഷൻ.